നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുറേ അതായത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസത്തിന് ശേഷം വാവിച്ച് പുറത്തിറങ്ങാൻ പോകുന്നു. സമാധാനം, ഞാൻ നല്ല ഹാപ്പിയിലോട്ടാ എന്തെങ്കിലും ഇറങ്ങാൻ പറ്റും. പക്ഷെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടൊരു ചെറിയൊരു ഇതുണ്ട്. അത് ഏകദേശം 13 ദിവസമായി വാവിച്ച് ഇതുവരെ 2 ദിവസം പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരുന്നിട്ടില്ല. ഞങ്ങൾ സ്നേഹിച്ച മൂലം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ചിങ്ങുവിൻ്റെ ടൈമിൽ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം അതിനുശേഷം ഇതപ്പോൾ ഒരു 13 ദിവസമായി വീട്ടിൽ നിന്ന് പുറത്തും ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ കുഞ്ഞിപ്പെണ്ണിനെ ആദ്യമായിട്ട് ഡോക്ടറിനെ കാണിക്കാൻ പോകുന്നു. കാരണം അവിടെ നിന്ന് വന്നതിന് ശേഷം നമ്മൾ കാണിച്ചിട്ടൊന്നുമില്ല, ചെക്ക് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ചിങ്കടൂവിന് ഇടയിൽ വന്നിട്ട് ഡോക്ടറിനെ കാണിക്കാൻ പോയ സമയത്ത് എപ്പോഴാണ് കാണിക്കേണ്ടതെന്ന് ചോദിച്ചു പീഡിയാട്രിഷ്യൻ്റെ അടുത്ത്. അപ്പോൾ പറഞ്ഞു 2-ാം തീയതി വരണം എന്നല്ലോ അവൻ. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോയിട്ട് ഇനിയിപ്പോൾ ചെക്ക് ചെയ്തിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അവൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വായിച്ച് കുറേ കാലത്തിന് ശേഷം, കുറേ കാലം പറഞ്ഞ കുറേ മാസങ്ങളായ പോലെ അല്ല, കുറെ മാസമായ പോലെ ഉണ്ട് പറയാ. വായിച്ചിതാ ഒരുങ്ങി, കാരണം വീട്ടിലുള്ള സമയത്ത് ഒരുങ്ങേണ്ട ആവശ്യമില്ലല്ലോ, നോർമൽ തന്നെ ആയിരിക്കും. സൂപ്പർ സ്റ്റാർ ആയിട്ട് ഒരാൾ ഈ ഡ്രസ് ഇട്ട് കൊടുക്കില്ലേ, കൊമ്പ് കാണിച്ചു കൊടുക്കും കൂട്ടിന്റെ ബാക്കില് അതാ കണ്ട ഗൈസ് കൊമ്പ്. ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇത് പറ്റിയില്ല ആൾക്ക്, എന്നിട്ട് മാറ്റണം പറഞ്ഞിട്ടത് പിന്നെ അതിനിട്ട് കൊടുത്തു. ഇത് നന്നായിട്ടില്ല ഗൈസ്, കമന്റ് ചെയ്തിട്ടാ അടിപൊളിയായിട്ടെന്ന് വിചാരിക്കണം. ചിങ്കടുവിന്റെ പിന്നെ ഇതൊന്നും നോക്കണം, കാരണം ചിങ്കടുവിന്റെ അത് എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ. അവ ഇപ്പൊ റെഡ് ഒരുപാട് വരുന്നുണ്ട് അവ. ഇനിയിപ്പോൾ അതൊന്നും കൊണ്ട് കാണിക്കണം. പിന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി, ഇനി മെയിൻ ആളിനെ റെഡിയാക്കാനുണ്ട്. മെയിൻ ആളവിടെ നല്ല ഉറക്കത്തിലാണ്. വൈകുന്നേരം ഞങ്ങൾ പോകണത്, കാരണം രാവിലെ പോകുന്ന ടൈമിൽ നല്ല തിരക്കുണ്ടാവും, നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം. വൈകുന്നേരം പോകുന്ന സമയത്ത് തിരക്കിലാണ് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം പോകണം. അപ്പം ഞാൻ എന്തായാലും റെഡിയാക്കട്ടെ, ബാക്കി വായിച്ചെടുക്കുമല്ലോ. പിന്നെ അതുപോലെ വേറെ ഒന്നുമില്ല കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞാമ്മ പറയുന്നത്, കാരണം ഞങ്ങൾ ചിങ്കടൂരിന്റെ ടൈമിലൊക്കെ ഫസ്റ്റ് പേരിട്ടു. ഇപ്പോൾ ഞങ്ങൾക്ക് പേര് കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. ഇപ്പൊ എന്തായാലും വൈകാതെ തന്നെ ഞങ്ങൾ പേര് കണ്ടുപിടിക്കും. പേര് എങ്ങനെയാ എൻ്റെ വായിന്ന് വന്നിട്ട് അത് ഇട്ടതാണ്, നമുക്ക് അതുപോലത്തെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കുറേ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തായാലും ഇടുമ്പോൾ കുറച്ച് നല്ല രീതിക്ക് ഇടുന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നെയിം റിവീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ വിളിക്കും. ഇപ്പം നമ്മൾ കുഞ്ഞാവ എന്നൊക്കെ വിളിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. അമ്മ അവിടെ, അമ്മ അതിനേക്കാളും റെഡി ആയിട്ടിരിക്കും. അല്ല, അമ്മയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴാണല്ലോ അമ്മ പുറത്തിറങ്ങണം. നമ്മളൊക്കെ ബേബിക്ക് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാം. അപ്പൊ ഞാൻ റെഡി ആക്കട്ടോ. എന്തേ ഷൂവാ ഇങ്ങോട്ട് വാ ഗൈസ്. അപ്പോ ബേബി റെഡിയാക്കാൻ പോണതിന്റെ തിരക്കിലാണ് കേട്ടോ. അതെ, ആളാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. നിങ്ങൾ വിചാരിക്കും രാത്രി ഉറക്കം, നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കിടത്തുന്ന സമയത്ത് ഞങ്ങൾ തുണിയും കാര്യങ്ങളും മുണ്ടും കാര്യങ്ങളും കെട്ടിക്കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഉറക്ക സമയമില്ല, ആ സമയത്ത് പാമ്പേഴ്സ് ഇട്ട് കൊടുക്കും, എന്നിട്ട് ഇടയിലിടയിൽ മാറ്റൂല്ലോ. എന്താ പറഞ്ഞ മൂത്രത്തിൽ തന്നെ കിടക്കണ്, അതിൽ തന്നെ കിടക്കണ്. മൂത്രം കാണാനില്ല, ഇനിയിപ്പോ ഡ്രൈ ആയോന്നറിയില്ല. കുറച്ച് അപ്പി മാത്രം ഇട്ടിട്ടുണ്ട്. റാഷസ് ഉണ്ടാ ബേബിയെ? ആ ഗൈസ്, ഞങ്ങൾ മാറ്റി കൊടുക്കും, കണ്ടിന്യൂ തുണിയൊക്കെ മാറ്റി. പക്ഷെ ആൾക്ക് ചെറിയ രീതിയിൽ റാഷസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതെന്തായാലും ഒന്ന് കാണിക്കണം. ബാഡി ഷൊത്തി നല്ല ഉറക്കത്തിലാണ്. ഡ്രസ് ഇട്ട് കൊടുക്കാട്ടാ. നിക്കട്ട് പഞ്ഞ. ഓ ചേച്ചി പെണ്ണ് എടുത്തു തരികയാണ് ഗൈസ്. ഇപ്പോൾ ചിങ്കടു വന്നിട്ട് എന്താണ് ഉറക്കമൊക്കെ മൊത്തത്തിൽ മാറി അലങ്കോലെ കിടക്കുന്നത്. ചെറുതിനേക്കാളും നല്ല ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നില്ല. ഒരു ലെവലിൽ വന്നതായിരുന്നു ചിങ്കടു, പക്ഷെ ഇപ്പോൾ ചിങ്കടു മൊത്തത്തിൽ മാറിയിട്ട് ഉറക്കമൊക്കെ ഭയങ്കര മോശമായി. തീരെ ഉറക്കില്ല. ഇന്നലെയൊക്കെ ഒരു 4:30 രാവിലെ 4:30 ഉറങ്ങിയത് കേട്ടാ. അപ്പം അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വൈകി. അമ്മ മാത്രം നേരത്തെ എണീറ്റുള്ളൂ, ബാക്കി എല്ലാവരും ഞങ്ങളെല്ലാവരും വൈകിട്ട് അടിച്ച്. ആര് വിളിച്ചിന്? മാമൻ വിളിക്കണ? ആഹാ, ഇത്ര നേരമായിട്ട് കണ്ണ് തുറക്കാൻ വയ്യ ആൾക്ക്. ഗായ്സ്, കുഞ്ഞിപ്പെണ്ണിനെ സുന്ദരിയാക്കാണ് കേട്ടോ. ഞാൻ അടിയിൽ കോള് വന്നപ്പോ പോയതാണ്. അതെ, കണ്ണ് തുറക്കാൻ വയ്യ. ഇത്ര നേരം ഞാൻ എടുത്തിട്ട് പെരുമാറിയിട്ട് ആൾക്ക് കണ്ണങ്ങ് തുറക്കാൻ വയ്യ. പിന്നെതാ
കുറേ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഇപ്പോഴാണ് ട്രൗസർ ഇടുന്നത്. ഞങ്ങൾ ഷർട്ട് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഷർട്ട് പിന്നെ താഴത്തെ ക്ലോത്ത് ഇട്ട് കൊടുക്കുമല്ലോ. പിന്നെ അതുപോലെ എന്താണ് നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഒന്നുമല്ല, കുറച്ച് ലൂസ് ആയിട്ടുള്ളതാണ് ഞങ്ങൾ മേടിച്ചത്. കാരണം ഇവര് വലുതാവുമല്ലോ ആഴ്ചക്ക് പിന്നെ ഇപ്പൊ തന്നെ നല്ല രീതിക്ക് നമുക്ക് മാറ്റങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള മേടിച്ച് ടൈറ്റ് ആവണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലൂസ് ഉള്ളത് എടുത്തിരിക്കുന്നത്. അതെന്താണെന്നറിയില്ല, മേടിച്ച ഡ്രസ്സുകളൊക്കെ മാക്സിമം ബ്ലൂ ആണ്. അത് ബേബി കാരണമാണ് ബ്ലൂ എടുത്തത്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നല്ലോ. ബോയ് ആയിരുന്നല്ലോ ബേബി പറഞ്ഞത്. ഞാൻ പറഞ്ഞു എപ്പോഴും ഗേൾ പിങ്ക് എടുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഫൈനലി ഗൈസ് റെഡിയായി. ഇനിയിപ്പോ കുട്ടീനെ മറ്റേ എടുക്കണ്ടെന്ന് കണ്ണു തരണ ഇങ്ങോട്ട് ചിങ്ങുവിന്റെ കവിളിൽ ഇങ്ങനെ കടിക്കാൻ പോകൂല്ലേ. ഇനിയിപ്പോ ഒന്നാളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിനുള്ളിൽ വെക്കണം. പിന്നെ അതിന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങും. വേറെ പരിപാടി എന്താണ് ബാ ആടും എടുക്ക ബാ കുഞ്ഞിനെ എടുക്ക ബാ. ഗൈസ് അങ്ങനെ ഫൈനലി ഒരാളെ റെഡിയാക്കി. ചിരിക്കുന്നതാ. റെഡിയാക്കി ഇതാ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങാം. ഇത്ര ദിവസവും ഇല്ല, ഇന്നലെയായിട്ട് എന്തോ ഒരു മഴ മൂഡ് ഓഫ്. രാത്രി കുറച്ച് പെയ്യുകയും ചെയ്തിട്ടുണ്ട്. നല്ല മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് തോന്നുന്നു. ഇപ്പം ന്യൂനമർദ്ദം ഉണ്ടോയെന്നും അറിയില്ല. ചിങ്ങരാപ്പിയേ എവിടേക്കാണ് പോകണം നമ്മൾ? പുളിമുട്ടയെ മേടിക്കാനാ? ഡോക്ടറിൻ്റെ അടുത്തേക്കല്ലേ പോണ്? ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകണ്ടേ? ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അത് കുട്ടി എന്താ പറയുക? കൈ കാണിച്ചു കൊടുക്കട്ടാ. എല്ലാം അറിയാം. ഇപ്പോൾ കുറച്ച് സെറ്റായ ആൾ ഹോസ്പിറ്റലായിട്ട്. ഗൈസ് ഒരാളിതാ വണ്ടിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി പുതപ്പൊക്കെ എടുത്തിരിക്കും. കിടന്നുറങ്ങാനല്ല കേട്ടാ, ഇരിക്കാൻ കുറച്ചുകൂടി ഖുഷീനാവുമല്ലോ. അതെ നിൽക്ക്, ഞാൻ എടുക്കാം. ദീപ കുഞ്ഞാ, ദീപ എവിടെ? ഒരാൾ എടുക്കുക ബാ. വണ്ടി പിന്നെ പേടിച്ചു ഒരാൾ. എന്താ ഗൈസ് എൻ്റെ മേലിട്ട് ചൊറിയുന്ന ഉണ്ടാ കൈയിട്ട് ചൊറിയുന്ന പിന്നെ നല്ല രീതിക്ക് ചൊറിച്ചിലുണ്ട്. മെല്ലെ ഓരോരുത്തർക്ക് ഓരോ ഇതാണ്. ഇരുന്ന് കുഴപ്പമില്ല. ചിലപ്പോൾ ചെയറിലിരുന്നൊക്കെ തോന്നുമായിരിക്കും. ആ ചെയറിൽ കുഴിയല്ലേ പോവല്ലേ? അവേ കുറച്ച് ദിവസത്തിന് ദേശമല്ലേ പുറത്തിറങ്ങണം. ഇത്ര ദിവസം വീട്ടിനടക്കം പുറത്ത് അങ്ങനെ പോവാല്ലോ, വീട്ടിന്റെ പുറത്ത് തന്നെ. അപ്പൊ അന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് വേറെ ലോകത്തിറങ്ങുന്ന പോലെ അവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ പണിയെടുക്കുന്നുണ്ട്. നല്ല മാറ്റമുണ്ട്. എല്ലാവരും ക്ലീൻ ആക്കിയിരിക്കണു. അതവിടെ മാത്രം, ബാക്കിയൊക്കെ തോന്നുന്നു. കണ്ട തോന്നുന്നു കൊറേ ദിവസമായില്ലേ. എന്തല്ലേ വീടിന്റെ ഉള്ളിൽ ഇരുന്ന ഒന്നും അറിയില്ല, പുറം ലോകമേ ഒന്നും അറിയില്ല. സത്യം. ഡെയിലി പുറത്തിറങ്ങുന്ന ആൾക്കാരാണ്. വൈകിട്ട് ഇറങ്ങി. പക്ഷെ ചിങ്ടുവിന്റെ ടൈമിൽ ഈ സമയത്തും പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ ഇൻഫെക്ഷൻ ആയിട്ട് ഒരുപാട് ഇരുന്നു. അപ്പൊ നോക്കുന്ന സമയത്ത് ഇപ്പൊ കുറച്ച് ബെറ്റർ ആണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോണ വഴിക്ക് ഒരു സംഭവം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പൊ എത്ര മാസം ഉണ്ടാവും? ഒരാളിനെ ചെയ്യാൻ വേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ പോണ വഴി ഒരാളെ പിക്ക് ചെയ്ത് വിട്ട ജനുവിനെ. അപ്പൊ ജനുവിന്റെ അവിടെ തന്നെ ഒരു കടയിൽ നൊങ്ക് ജ്യൂസ് ഉണ്ട്. അപ്പൊ അത് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഈ ഒരു സീസണില് എപ്പോഴും ഉണ്ടാവൂലടാ സ്പെഷ്യലായിട്ട്. നൊങ്ക് ജ്യൂസ് പിടിച്ചോ. ചിങ്ങട് നോക്കണ്ട് എന്താണ് വേണ്ടേ? ഇടിക്കുവാണാ തരാട്ടടി ഞാൻ ദാവാച്ചിക്ക് കള്ളു പോലെ ഉണ്ടല്ലോ അല്ലേ. കുട്ടിക്ക് തരാട്ടടേ. വേണ്ട
സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടമാണോ കുട്ടിക്ക്? അമ്മ കുടിക്കില്ല പറഞ്ഞിട്ടാ നിർബന്ധിച്ചിട്ട് മേടിച്ചു കൊടുത്തത്. തണുപ്പായതുകൊണ്ടില്ല അമ്മ. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. 5:19 6 മണി 6 വരെ ഉണ്ടെന്ന് പറഞ്ഞു. വേഗം കൊണ്ട് കാണിക്കണം. കുറച്ചങ്ങനെ നടക്കണം. ആവശ്യത്തിനുള്ളിൽ വിടാൻ പറഞ്ഞപ്പോൾ ഞാൻ നടക്കാന്ന് പറഞ്ഞു. ബാക്കിൽ നിൽക്കണ്ട്. നിക്കണ്ടല്ലോ പൊക്കോ, മെല്ലെ വരാ പറഞ്ഞു. മെല്ലെ വാ, നമുക്ക് പോവാലോ. കുട്ടികളെ ജെല്ലിലെടുത്തിട്ട് പോകണം. അമ്മ കൈ ഫ്രീ ആയിട്ടാ വെച്ച് ഞാൻ ചിങ്ങുരുവിനെ എടുത്തിട്ടുണ്ട് കേട്ടാ. ഗൈസ് കാണിച്ചിറങ്ങിയിട്ടാ. ചിങ്ങുരുവിനെയും കാണിച്ചല്ലോ. അവൻ ഇനി പോവാ. അമ്മ വരുന്നില്ല ഓകം. നടന്നു പോവാ. ഓക്കെ, ചിങ്ങുടുവിന് മരുന്നും കാര്യങ്ങളും മേടിക്കണ്ടല്ലോ. അവൻ കൂടുതലുള്ളത് ഭയങ്കര എന്തോ ഒരു അലർജിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മരുന്ന് മേടിക്കാം. ഗൈസ് അങ്ങനെ മുടിഞ്ചു. ആളവിടെ നിന്ന് ഉറങ്ങി എണീറ്റിട്ടില്ല അല്ലേ? ഇനിയിപ്പം മരുന്ന് എനിക്കും വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ഓക്കെയാണ്. വണ്ടി പോയിട്ട് പറഞ്ഞുതരാട്ടാ. പിന്നെ ചിങ്ങുവിന് മരുന്ന് മേടിക്കാൻ നിൽക്കണം കേട്ടാ. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിറങ്ങി. കുട്ടി അവൻ്റെ അടുത്തുണ്ടല്ലോ, ഇതാ ജെന്നി എടുത്തിരിക്കുന്നത്. ചിങ്ങുവിന് ഇതാ കളിപ്പാട്ടം. ഇവിടെ വന്നാൽ കളിപ്പാട്ടം വേണം. പക്ഷെ എന്താണ് മേടിക്കുന്നത് മൂപ്പർക്ക് അറിയില്ല. അവിടെ പോയി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇപ്പോൾ ഇതാ ഒരു സാധനം ഇങ്ങനെ മേടിച്ചു കൊടുത്താൽ അത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തക്കാളിപ്പനി പറഞ്ഞു. ഇപ്പൊ പിന്നെ വേറെ അലർജി ആയിരിക്കും പറഞ്ഞു. അപ്പൊ അതിന് ഇപ്പൊ 2 കൂടുതലാണെന്ന് തോന്നുന്നു. ഇപ്പൊ ആന്റിബയോട്ടിക് തന്നിട്ടുണ്ട്. ആന്റിബയോട്ടിക് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അന്ന് പനി സമയത്ത് തന്നായിരുന്നു. അപ്പൊ എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആന്റിബയോട്ടിക് വേറെ മരുന്ന് തന്നിട്ടുണ്ട്. അത് കഴിച്ച് നോക്കണം. ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ. കാരണം അത് ഒരുപാട് ഇതാകുമ്പോൾ ആൾക്ക് ചൊറിച്ചിലായിട്ട് രാത്രി ഒന്നും ഉറക്കം കാണുന്നില്ല. ജ്യൂസ് വേണോ? വണ്ടി പോയി ഇരിക്കണമെന്നല്ലേ? അത് കഴിഞ്ഞ ശേഷം ഇപ്പോഴാണ് ഒന്ന് കുറച്ച് ദൂരം നടക്കുന്നത്. മെല്ലെ വാ. ഗൈസ് ഞങ്ങൾ വീടെത്തിയിട്ട് ഹോസ്പിറ്റലൊക്കെ പോയി വീടെത്തി. വരുന്ന വഴി ഒരാളെയും കൂടി തൂക്കി കാണിച്ചു തരാം. മുത്തി ശൈലനായി. പിന്നെ ജനിലും ഉണ്ട് കേട്ടാ. മുത്തി ഇരിക്കാൻ വേണ്ടി വന്ന. മുത്തിക്ക് ഫാൻസ് കൂടുതലാണ് അത്ര. പുറത്തുപോയി എല്ലാവരും വന്ന് മുത്തിൻ്റെ കയ്യിൽ ചിരിക്കണമെന്ന് മുത്തി പറയുന്നു അല്ലേ? അപ്പം ഇനിയും ചിരിക്കും ഗൈസ്. ഗൈസ് അങ്ങനെ ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞാവയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഹാപ്പി. എന്താണ് നമുക്ക് ചിങ്ങുവിൻ്റെ സമയത്താണെങ്കിൽ പൊന്നേ ഡാൻസ് കളിക്കണം ഗൈസ്. ചിങ്ങുവിൻ്റെ സമയത്ത് നമുക്ക് അത് സ്റ്റാർട്ടിങ് മഞ്ഞും കാലം നമുക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ കാണിക്കേണ്ടത് വാവച്ചിനെയാണ്. വാവച്ചിനെ കാണിക്കാൻ സമയമുള്ളൂ. അപ്പോൾ ഇനി വാവച്ചിനെ കളിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോൻ്റെ. ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം എന്തായാലും ബൈ. ചിങ്ങുനൊരു ബൈ പറ. ബൈ പറ. അവിടെ വീഡിയോ എടുത്ത് മതിയായിട്ടില്ല. ബൈ ടാറ്റ പറയും ഗൈസ്. ബൈ. പിന്നെ ഡോക്ടർ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഓക്കെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? മഞ്ഞയും കാര്യങ്ങളും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഡൗട്ട്. പിന്നെ ആ സമയത്ത് പറഞ്ഞു നമുക്ക് പിടിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനും ആവശ്യത്തിൽ പറഞ്ഞു കാണില്ല. അത് ഫസ്റ്റ് നമുക്ക് കുറച്ച് തോന്നിയുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതൊന്നുമില്ല. ഓക്കെയാണ്. വേറെ ഇത്രയും ദിവസം കുളിപ്പിച്ചിട്ടില്ല, തുടച്ചു കൊടുക്കാറാണ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് കുളിപ്പിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അതിന് മുതൽ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുളിപ്പിക്കാം. ഓക്കെ ഞങ്ങൾ വിചാരിച്ചെന്ന് വെച്ചാൽ കുറച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ആള് വണ്ടിയിൽ പോയതിന് സെറ്റാകത്തിന്റെ കുറച്ചൊന്ന് പാല് കുടിച്ച് സെറ്റായി. 3 ദിവസം ഇല്ലല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു വെച്ചാൽ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിയാവും. വന്നതും പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ ഇതാ ചിങ്ങട് പാപ്പ ഇതാ ഇവിടെ ഉണ്ട്. ഇത്ര നേരം എൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങിയിരുന്നു വണ്ടിയിൽ നിന്ന്. നമ്മളെവിടേക്ക് പോകണമെങ്കിൽ ഗൈസ് ഇവിടെ അടുത്തെന്ത് വലിയ വിളക്കെന്തോ ഉണ്ട്. ചിങ്ങ് കുറേ ദിവസമായിട്ട് കൊണ്ടുപോകണം പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടില്ല. അപ്പം ഇന്ന് കൊണ്ടുപോകാന്ന് വിചാരിച്ചു അല്ലേ? വേലയ്ക്ക് പോയിട്ട് എന്താ വണ്ടി കുട്ടിക്ക്? അവിടെ നിൽക്കണ ശരി. വേലയ്ക്ക് പോയിട്ട് എന്താ വണ്ടി? പിന്നെന്താ വണ്ടി? അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഉറക്കത്തിന് എണീപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ എണീപ്പിച്ചത്. അതിൻ്റെ നശിപ്പിച്ചിരിച്ച് അതിൻ്റെ സന്തോഷത്തിൽ കളിച്ചോണ്ടിരിക്കണേ. പിന്നെ ചിങ്കിടൂൻ്റെ വന്നിട്ട് ഒരു മിനിറ്റ്. പിന്നെ അവിടെ തന്നെ ചിങ്കിടൂന് കൈക്ക് മരുന്നും കാര്യങ്ങളൊക്കെ മാറ്റി തന്നിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക് എടുക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർ. കാരണം ഓൾറെഡി പനിൻ്റെ സമയത്ത് കൊടുത്തിട്ടുണ്ട്. അടുപ്പിച്ചാവേണ്ടവണ്ടെ തോന്നുന്നു. അപ്പം മാറാത്തതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കൊടുത്തിട്ട് ഇനിയിപ്പോൾ നോക്കാം.
അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞാവയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഹാപ്പി. എന്താണ് നമുക്ക് ചിങ്കുവിൻ്റെ സമയത്താണെങ്കിൽ പൊന്നേ ഡാൻസ് കളിക്കണം ഗൈസ്. ചിങ്ങുവിൻ്റെ സമയത്ത് നമുക്ക് അത് സ്റ്റാർട്ടിങ് മഞ്ഞും കാലം നമുക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ കാണിക്കേണ്ടത് വാവച്ചിനെയാണ്. വാവച്ചിനെ കാണിക്കാൻ സമയമുള്ളൂ. അപ്പോൾ ഇനി വാവച്ചിനെ കളിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോൻ്റെ. ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും ബൈ. ചിങ്ങൊരു ബൈ പറ. ബൈ പറ. അവിടെ വീഡിയോ എടുത്ത് മതിയായിട്ടില്ല. ബൈ ടാറ്റ പറയും ഗൈസ്. ബൈ.